ഹായ് ഫ്രണ്ട്സ്, ഹോംലി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ ഒരു ദിവസത്തിലെ കുറച്ച് സമയം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് ഒരു ഈവനിങ് ടു നൈറ്റ് റുട്ടീനാണ്. ഈ വീഡിയോയിൽ ഒരു സാൻഡ്വിച്ച് റെസിപ്പി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്ലീനിങ്ങും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു 6:45 7 മണിയായി കാണും ഞാൻ കിച്ചണിലോട്ട് വന്നപ്പം. ഇതാണ് എൻ്റെ കിച്ചൺ. പിന്നെ കുട്ടുമണിക്ക് ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുക്കണമെന്ന് കുറേ ദിവസമായിട്ട് അവൻ എൻ്റെ അടുത്ത് പറയാണ്. അപ്പം ഇന്ന് അത് ഉണ്ടാക്കുകയും ചെയ്യാം. ആ റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ തീരുമാനിച്ചത്. പിന്നെ അവനാണെങ്കിൽ എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഇങ്ങനെ കാണും. പിന്നെ കിച്ചണിൽ എന്തെങ്കിലും കുഞ്ഞു ഹെൽപ്പൊക്കെ ചെയ്തു തരും. എന്തെങ്കിലും എടുത്തു തരാനും അതൊക്കെ അവന് പറ്റുന്ന രീതിയിലുള്ളത് അവൻ ചെയ്തു തരും. പിന്നെ സാൻഡ്വിച്ചും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അവൻ എപ്പോഴും ഇത് ഉണ്ടാക്കി തീരുന്നവരെ ഇവിടെ തന്നെ കാണും. ഇനി സാൻഡ്വിച്ചിന് വേണ്ട സവോളയും ലെറ്റ്യൂസും എല്ലാം ഞാൻ കഴുകി കട്ട് ചെയ്ത് എടുക്കുകയാണ്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ചിക്കനും ചേർക്കുന്നുണ്ട്. ചിക്കൻ ഞാൻ ഇന്നലെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. കാരണം ഇന്ന് ഈ വീഡിയോ എടുക്കാൻ ഞാൻ സത്യം പറഞ്ഞാൽ നേരത്തെ പ്ലാനൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് എടുക്കാത്തത്. ഇനി ചെയ്യുമ്പോൾ എടുക്കാം. അങ്ങനെ ഞാൻ എല്ലാം കട്ട് ചെയ്ത് ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തത്. പിന്നെ ബോൺവീറ്റയും ഉണ്ടാക്കി രാത്രി, അതും സാൻഡ്വിച്ചും. ഇനി ബ്രെഡിനെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ബ്രെഡിനെക്കാട്ടിലും ബണ്ണാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ബർഗറൊക്കെ കഴിക്കണ ഒരു നല്ല ഫീൽ കിട്ടും. കുട്ടുമണിക്കാണെങ്കിൽ ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കി തരുമോ വിശക്കുന്നേന്ന് പറഞ്ഞ് ഒരേ ബഹളമായിരുന്നു. അങ്ങനെ ഞാൻ സ്പീഡിൽ ചെയ്യാണ്. പക്ഷേ വീഡിയോയും കൂടെ എടുക്കുന്നതുകൊണ്ട് കുറച്ച് പാടായിരുന്നു. ഇനി പാൻ ചൂടായിട്ട് അതിൽ നമുക്ക് ബട്ടർ ഇടാം. ഇത് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനും കൂടെ ബട്ടറിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ചിക്കനിൽ ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും, പിന്നെ 2 ടേബിൾ സ്പൂൺ 1-2 ടേബിൾ സ്പൂൺ തൈരും ചേർക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അന്ന് തന്നെ എടുക്കുകയാണെങ്കിൽ 1/2 മണിക്കൂറോ 1 മണിക്കൂറോ എല്ലാം വെച്ചിട്ടെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാം നന്നായിട്ട് പിടിക്കും അതിൽ. ഇതിപ്പോൾ ഞാൻ ഇന്നലെ മാരിനേറ്റ് ചെയ്ത് വെച്ചാണ്. അങ്ങനെ നന്നായിട്ട് അതും ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഈ സാൻഡ്വിച്ചിന് വേണ്ടിയിട്ടുള്ളത്. ബ്രെഡ് ടോസ്റ്റ് ചെയ്യണതും ഈ മാരിനേറ്റ് ചെയ്ത് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യണതും. ഇനി ഞാൻ ഇവിടെ പുറത്തുള്ള സാധനങ്ങളെല്ലാം ഒന്ന് അടുക്കി വെക്കുകയാണ്. ഫസ്റ്റ് ഒരു ബ്രെഡ് എടുക്കണം. അതിൻ്റെ പുറത്ത് ഒരു ചീസിൻ്റെ ഷീറ്റ് വെക്കണം. പിന്നെ ലെറ്റ്യൂസിൻ്റെ ഒരു ഇത് വെക്കണം. പിന്നെ ചിക്കൻ പീസ് ഒരു 2-3 വെക്കണം. പിന്നെ സവാളയും വെക്കണം. ഇത്രേ ഉള്ളൂ. സാൻഡ്വിച്ച് റെഡി. ഇത് പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. കുട്ടിയൊക്കെ കൊടുത്തു വിടാനും കൊള്ളാമെന്നുള്ള ഒരു നല്ല ടേസ്റ്റാണിത്. അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ സാൻഡ്വിച്ച്. നല്ല ചിക്കനും കൂടെ ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇവിടെ ഒരാൾ നല്ല വിശന്നിരിക്കുകയാണ്. അപ്പോൾ അവനൊന്ന് ഞാൻ ഇത് കൊടുത്തു നോക്കട്ടെ. അവൻ കഴിച്ചിട്ട് കൊള്ളാമെന്നാണ് എപ്പോഴും പറയണേ. അപ്പോൾ ഇത് ഒന്ന് കൊടുത്ത് കാണിക്കാം ഞാൻ നിങ്ങൾക്കും കൂടെ. ചിക്കൻ കിട്ടിയ ചിക്കൻ
അങ്ങനെ എൻ്റെ തട്ടിക്കൊട്ട് സാൻഡ്വിച്ച് ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങളും വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ. കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ബാക്കി വന്ന പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. അതുപോലെ കിച്ചൺ സിങ്കും സ്ലാബും ടൈലും നമ്മുടെ സ്റ്റൗവും അങ്ങനെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് നീറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് അത്യാവശ്യം എല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ടേ എപ്പോഴും ഞാൻ കിടക്കാറുള്ളൂ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഫ്രഷ് ആയിട്ട് തന്നെ എല്ലാം തുടങ്ങാൻ പറ്റും. കിച്ചൺ ക്ലീൻ അല്ലാതെ കിടന്നാൽ പിന്നെ നമുക്ക് പിന്നെ അടുത്ത ദിവസം തുടങ്ങുമ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇതെന്നും ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടാണ് കിടക്കാറുള്ളത്. എല്ലാവരും ഇതുപോലെ ആയിരിക്കും വീട്ടിൽ ചെയ്യാറുള്ളത്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ.